എടാ, നീ ഒളിപ്പിച്ചു വെച്ച പ്രമാണവും കള്ളപ്പണവും ഒക്കെ നമുക്ക് പിന്നെ സ്വന്തമായിട്ട് എടുക്കാൻ പറ്റില്ലേ? അങ്കിള് തിരിച്ചു വന്നില്ലെങ്കിൽ അവൻ തിരിച്ചു വരാതിരുന്ന മതിയായിരുന്നു അല്ലേ? പണം എന്തുമാത്രം കാണൂടാ? അതറിഞ്ഞൂടാ. ഒരു പ്ലാസ്റ്റിക് ചാക്ക് നിറയെ ഉണ്ടായിരുന്നു. ഞാൻ ബൈക്കിന്റെ പുറകെ കെട്ടിവെച്ചോണ്ടല്ലേ പോയത്. ഒരു ചാക്ക് നോട്ട് കേട്ടോ? 500-ന്റെ ആണോടാ? 1000-ന്റെ. ഈശ്വരാ, നീ എണീറ്റോ? പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നല്ലോ അല്ലേ? ഒന്നിനും ഒരിടത്തും ഒരു തടസ്സവും ഉണ്ടായില്ല. ഒന്നും ആരും കണ്ടുപിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ടല്ലോ. നെവർ. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അമ്മ ഇവനൊരു ചായ കൊടുക്ക്. പിന്നെ ഹരീഷും ചന്ദ്രമോഹനും ചേട്ടനെ വിളിച്ചിരുന്നു? ഇല്ല. എന്താ? എന്റെ ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ ഞാൻ കളഞ്ഞു. അത് കാരണം ഞാൻ വിവരമൊന്നും അറിഞ്ഞില്ല. എന്റെ ഒറിജിനൽ സിമ്മിങ് ഇതാ. അതെ, ഞാൻ നിന്റെ സിം കാർഡ് ഉപയോഗിച്ച് ഇവിടുന്ന് പലവട്ടം അങ്കിളിനെയും വേറെ ചിലരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇനി അഥവാ പോലീസ് ചെക്ക് ചെയ്താൽ നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാ. അത് നന്നായി ചെയ്യട്ടാ. ഇനി ആരും നമ്മളെ ഒന്നും ചെയ്യില്ല. ഈ വീടും സ്വത്തും ഫാക്ടറിയും എസ്റ്റേറ്റും ഒക്കെ ഇനി നമ്മുടേതാ. ശീതളിനെ കൽപ്പന കൊണ്ടുപോയി, തമ്പി അങ്കിളിനെ യതിയും. ഇനി നമുക്ക് എന്താ പേടിക്കാനുള്ളത്? ഇതെല്ലാം നമ്മുടെ പേരിലേക്ക് എഴുതി മാറ്റണം. അതിന് നിയമ തടസ്സങ്ങൾ വല്ലതും ഉണ്ടാവോ? അതറിയില്ല. ഒരു നല്ല വക്കീലുമായിട്ട് കൂടിയാലോചിക്കണം. തമ്പി അങ്കിളും മരിച്ച പിന്നത്തെ അവകാശി ശീതള. അവളെ കൽപ്പന കൊല്ലും. പിന്നെ ഉള്ളത് അമ്മു. അമ്മൂന് സ്വത്ത് കിട്ടാൻ നിയമപരമായ അവകാശമൊന്നുമില്ല. കുട്ടികളില്ലല്ലോ. ഇനി നമ്മൾ ആരും അമ്മൂനെ മൈൻഡ് ചെയ്യണ്ട. മാത്രമല്ല, തമ്പി അങ്കിളിന്റെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ താമസിപ്പിക്കുകയും വേണ്ട. അതൊക്കെ നമുക്ക് വഴിയെ തീരുമാനിക്കാം. തമ്പി അങ്കിൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇന്ന് തന്നെ ഇവിടെ എത്തും. നാളെ പത്രങ്ങളിലും ചാനലുകളിലും. തമ്പി അങ്കിളിന് നമ്മൾ നല്ലൊരു ശവസംസ്കാരം സംഘടിപ്പിക്കണം. ആരും കുറ്റം പറയരുത്. അതൊക്കെ നമുക്ക് ഗംഭീരമായിട്ട് തന്നെ നടത്താം. നീ തൽക്കാലം റെസ്റ്റ് എടുക്കും.
ഇനിയിപ്പോ വിക്രമനെ അന്വേഷിച്ച് നമ്മൾ ആരെങ്കിലും പോകേണ്ടി വരുമോ? തമ്പി രക്ഷപ്പെട്ടതാണെങ്കിൽ നമ്മൾ ചെയ്തതെല്ലാം വെറുതെ ആവില്ലേ? യതി പിടിക്കപ്പെട്ടതാണേലും നമ്മളെല്ലാവരും തൂങ്ങും. എങ്ങനെ നോക്കിയാലും കുഴപ്പം മുഴുവൻ നമുക്കാ. അവൻ നല്ല കരുതലുള്ളവൻ അങ്കിളെ, കെണിയിലൊന്നും പോയി ചാടില്ല. യതിയെ പറ്റി എന്തെങ്കിലും വിവരവും കൊണ്ട് വിക്രമൻ തിരിച്ചു വരും. ഛേ, യതിയെ ഒറ്റയ്ക്ക് വിട്ടതാ കുഴപ്പമായത്. നമ്മളും കൂടെ അവൻ്റെ ഒപ്പം പോകേണ്ടതായിരുന്നു. അല്ല ഹരീഷേ, യതി തിരിച്ചു വരാതെ തമ്പി കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം നമ്മൾ എങ്ങനെ ഉറപ്പാക്കും? അവസാനം നമ്മൾ കേട്ടത് ജീവനുള്ള തമ്പിയുടെ സ്വരവാ. വെള്ളത്തിൽ താഴ്ത്താൻ പോവുകയാണെന്ന് യതി പറഞ്ഞു. പക്ഷേ അത് നടന്നോ ഇല്ലെന്ന് നമുക്ക് തീർച്ചയില്ലല്ലോ. ഹലോ ഹരീഷേ, ഇത് ഞാനാ ദേവരാജൻ. ഞാൻ നാട്ടിലെത്തി. ഞങ്ങൾക്ക് നാട്ടിലെത്തണമെന്ന് ആഗ്രഹമുണ്ട് ദേവരാജ. പക്ഷെ തന്നെ പോലെ കൂട്ടുകാരെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ. അതെന്താ ഹരീഷേ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? ഇവിടെ സർവത്ര കുഴപ്പമാ ദേവരാജ. യതി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവൻ തമ്പിയെ കൊന്നോ എന്ന കാര്യവും തീർച്ചയാക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം ശരിയായെന്ന് പറഞ്ഞിട്ട്? യതി ഫോണിൽ കൂടി പറഞ്ഞതല്ലേ. അവനെ നേരിട്ട് കാണുകയോ തമ്പിയുടെ ശവം കാണുകയോ ചെയ്യാതെ നമ്മൾ എങ്ങനെ അത് ഉറപ്പാക്കും? നമ്മുടെ പണി പാളിയോ ഹരീഷേ? എല്ലാം ശരിയായെന്ന് കരുതി ഞാൻ എൻ്റെ സിം നശിപ്പിച്ചും കളഞ്ഞു. ഇപ്പൊ ഞാനൊരു ബൂത്തിൽ നിന്നാണ് വിളിക്കുന്നേ. നിങ്ങളുടെ ഫോണും ഡിസ്പോസ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയാ ഞാനിപ്പോൾ അങ്ങോട്ട് വിളിച്ചത്. കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടി ഇങ്ങോട്ട് വിളിക്ക്. യതിയെ അന്വേഷിച്ച് വിക്രമം പോയിട്ടുണ്ട്. അവൻ തിരിച്ചു വന്നാലേ എന്തെങ്കിലും അറിയാൻ പറ്റൂ. യതിയെ കണ്ടില്ലേ വിക്രമ? ഇല്ല, അവന്റെ ഒമിനിയും കാണാനില്ല. തമ്പിയുടെ കാർ അവരെടുത്ത് കിടപ്പുണ്ട്, പക്ഷെ തമ്പിയെ കാണാനില്ല. ശവം പോലും അവിടെ എങ്ങും ഇല്ല. തമ്പിയുടെ കാറിന് ചുറ്റും കുറെ ആൾക്കാർ കൂടിയപ്പോണ്ട്. അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നൊക്കെ കേട്ടറിഞ്ഞു വന്നവരാ. പോലീസ് എത്തിയോ? ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ആരെങ്കിലും പോലീസിൽ അറിയിക്കാതിരിക്കുമോ? നമുക്ക് വേഗം സ്ഥലമിടാം. ഇനി ഇവിടെ നിൽക്കുന്ന അപകടമാണ്. എല്ലാവരുടെയും സാധനങ്ങളൊക്കെ എടുത്തു. നമ്മളെ തിരിച്ചറിയാൻ സാധിക്കുന്ന യാതൊരു അടയാളം കൂടി ഇവിടെ കാണരുത്. ശരി, വാ. ഇനി ആലോചിക്കാനൊന്നുമില്ല, പെട്ടെന്ന് പുറപ്പെടണം. ഓ, നരേന്ദ്രൻ മുതലാളി പറഞ്ഞാലേ നീ കേൾക്കത്തുള്ളോ? ഞാനും മുതലാളി തന്നെയാ പറയുന്നേ. നീ വണ്ടി എടുത്തോണ്ട് വാടാ. ആഫീസിലെ വണ്ടി വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓടണോ വേണ്ടോ എന്നൊക്കെ ഈ ജയശീല മുതലാളി തീരുമാനിക്കും. പറയുന്ന കേട്ടില്ലെങ്കിൽ പുരുഷോത്തമ, നാളെ മുതൽ നിന്റെ പണി അങ്ങ് പാപ്പനിശ്ശേരി പാമ്പും പാർക്കില്ല. ജേട്ടാ, എന്താടാ? ആകെ പ്രശ്നമായി. എന്ത് പ്രശ്നം? അങ്കിളുടെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലെന്ന ഇപ്പൊ അവന്മാര് പറയുന്നേ. എടാ, നീയും തെളിച്ചു പറ, ഇങ്ങനെ വളച്ചു കെട്ടാതെ. അങ്കിളിനെ തട്ടാൻ പോയ എതി ഉണ്ടല്ലോ, അവൻ ഇതുവരെ തിരിച്ചു വന്നില്ലത്രേ. അത്രേ ഉള്ളു. അതിന് നമുക്കെന്തുവാടാ? അവൻ തിരിച്ചു വരികയോ വരാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെന്ന്. അതല്ല ജേട്ടാ, അവൻ തിരിച്ചു വന്ന് മാരുതി വാൻ തിരിച്ചേൽപ്പിച്ച് ബാക്കിയുള്ള 1 ലക്ഷം രൂപ കൈപ്പറ്റേണ്ടതാ. അങ്ങനെയാണ് കരാറ്. പിന്നെ അവനിത് എവിടെ പോയി? എങ്ങോട്ടും പോകേണ്ട ഒരു കാര്യവുമില്ല. ഒന്നാമത് അവന് പരിചയമില്ലാത്ത സ്ഥലം. എടാ, ഇനി അങ്കിൾ അവനിട്ട് പണി കൊടുത്തു കാണും. ചങ്കി കുത്തുന്ന വർത്തമാനം പറയല്ലേ ചേട്ടാ. എനിക്ക് പയ്യ. യതി അങ്കിളിനെ അടിച്ചു വീഴ്ത്തി പിടിച്ചു കെട്ടി ദേഹത്ത് കരിങ്കല്ലും കെട്ടിവെച്ച് പുഴയിലേക്ക് താത്തുന്നതിന് മുമ്പ് ഹരീഷുമായിട്ട് 2 വാക്ക് സംസാരിപ്പിച്ചതാ. അവിടുന്ന് അങ്കിൾ എണീറ്റ് വന്ന് യതിയെ കീഴ്പ്പെടുത്തി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാ അത് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ അവനിത് എവിടെ പോയി? ആ മാരുതി വാനോ? അതും കാണാനില്ല. ഹരീഷിന്റെ കൂട്ടുകാർ സംഭവ സ്ഥലത്ത് പോയി നോക്കി. അങ്കിളിന്റെ സ്കോർപിയോ അവിടെ കിടപ്പുണ്ട്. വണ്ടിയിലും നിലത്തും ചോര വീണ പാടുകളും ഉണ്ട്. അങ്കിളും ഇല്ല, യതിയും ഇല്ല, മാരുതി വാനും ഇല്ല. അങ്കിളിനെ കൊന്നെങ്കിൽ ശവം കാണണ്ടേ? എടാ,
ഇനി കൽപ്പന ഇടയ്ക്ക് വന്നിട്ട് പോയതാണെങ്കിലും കൽപ്പന അങ്കിളുടെ ശവം എടുത്തോണ്ട് പോകും? ഒരിക്കലുമില്ല. ഏതിയും ശവം ചുവന്നോണ്ട് പോവില്ല. എങ്കിൽ സംശയിക്കണ്ട. യതി അങ്കിളിനെ കൊല്ലുന്നതിന് മുമ്പേ കൽപ്പനയും പാർട്ടിയും അവിടെ എത്തി. യതിയും അങ്കിളും ഇപ്പൊ കൽപ്പനയുടെ കസ്റ്റഡിയിലുണ്ട്. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് സ്കോർപ്പിയോ കൊണ്ടുപോയില്ല? മാരുതി വാൻ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോ പിന്നെ വേറെന്തോ സംഭവിച്ചിട്ടുണ്ട്. അവന്മാരെന്താ പറയുന്ന ഹരീഷും ചന്ദ്രമോഹനും? യതിയെ കാണാഞ്ഞിട്ട് ഇന്നലെ രാത്രി അവര് ബന്ദിപ്പൂർ ഒരു ലോഡ്ജിൽ തങ്ങി. ഇപ്പോ ആകെ വരണ്ടിരിക്കുക. ഉടനെ സ്ഥലം വിടുകയാണെന്നാ പറഞ്ഞ്. ഇവനെയൊക്കെ ഒരു ജോലി ഏൽപ്പിച്ച ബാക്കിയുള്ളവന്റെ മനസമാധാനം കൂടി നഷ്ടപ്പെടും. പ്രൊഫഷണൽ കില്ലർ, മണ്ണാൻ കട്ട. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇത് കുളമാവുന്നു. എല്ലാം ശരിയായി വന്നതാ ചേട്ടാ. അവസാന നിമിഷം എന്ത് പറ്റിയതെന്ന് അറിയാത്തത്. ഇനിയിപ്പോ അങ്കിള് തിരിച്ചു വരുമോ ഇല്ലയോന്ന് പോലും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല അല്ലേടാ. ജീവനുണ്ടോ അതോ ചത്തോന്ന് അറിയത്തില്ലല്ലോ. തിരിച്ചു വന്ന നമ്മുടെ കാര്യം കട്ട പോകാം. എല്ലാം അറിഞ്ഞോണ്ടായിരിക്കുമല്ലോ വരവ്. ജയ, അമ്മ നേരം വെളുത്തപ്പം മുതൽ ഒരേ ഇരിപ്പാ. വിളിച്ചിട്ട് അനങ്ങുന്നു പോലുമില്ല. കരിങ്കല്ലിന് കാറ്റ് പിടിച്ച മാതിരി. അവളോട് പോയി പണി നോക്കാൻ പറയാമേ. അവളെ കെട്ടിയോ ചത്ത് കാണും. അതിന്റെ വിഷമമായിരിക്കും. അല്ലെങ്കിൽ വേണ്ട, അമ്മ പോയി എന്തെങ്കിലും ചക്കര വാക്ക് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കും. ഇനി ചിലപ്പോ തമ്പി അങ്കിൾ തിരിച്ചു വന്നാലോ? അവളെ നോക്കിയില്ലെന്നും പറഞ്ഞ അമ്മയെ വിധിക്കും. അത് വേണ്ട, ചെല്ല്. എന്തെങ്കിലും കഴിപ്പിക്കാൻ നോക്ക്. ചെല്ല്. ഓഹ്, ഇതുപോലൊരു കൺഫ്യൂഷൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ഉണ്ടായിട്ടില്ല. എന്റെ അമ്മു, ഇങ്ങനെ ഒരേ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായില്ലേ? എന്തെങ്കിലും വന്ന് കഴിക്കേ. നരേന്ദ്രൻ വരും. വരാതെ പിന്നെ എവിടെ പോകാനാ? അവന്റെ ഫോൺ ചിലപ്പോ കൽപ്പനയുടെ കയ്യിലായിരിക്കും. നരേന്ദ്രൻ ഫോട്ടോ എടുക്കുകയോ ശബ്ദം റെക്കോർഡ് ചെയ്യുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി അവൾ ഫോൺ വാങ്ങി കസ്റ്റഡി വെച്ച് കാണും. അതുകൊണ്ടായിരിക്കും വിളിച്ചിട്ട് കിട്ടാത്തത്. ആ, ഇന്ന് നരേന്ദ്രൻ എന്തായാലും വിളിക്കും. ദേ, നീ വന്ന് എന്തെങ്കിലും കഴിക്കേ. വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നരേന്ദ്രൻ വരുമ്പോ ഞങ്ങളല്ലേ ഇതിനൊക്കെ സമാധാനം പറയേണ്ടത്. അഥവാ തിരിച്ചു വന്നില്ലെങ്കിലും ജീവിച്ചിരിക്കുന്നവർക്ക് തിരിച്ചു വരില്ലെന്നല്ല പറഞ്ഞത്. അതുവരെ നമുക്കൊക്കെ ജീവിക്കണ്ടേ? ഒന്നും വേണ്ട, ഞാനിവിടെ തനിയെ ഇരുന്നോട്ടെ. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കല്ലേ.
మన దేశంలో పోలీసులనే కనీసం దొంగల పట్ల 6 నెలలకైనా ముందు പത്രത്തിൽ എന്തെങ്കിലും വാർത്തയുണ്ടോ? ബന്ദിപ്പൂരിൽ മലയാളിയുടെ അജ്ഞാത മൃതദേഹം അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പത്രത്തിലൊന്നും കാണുന്നില്ല, അരിച്ചു പെറുക്കിയിട്ടുമില്ല. നീ ആ കന്നഡ ചാനൽ നോക്കിയില്ലേ? അവിടെയും കൊലപാതകം നടന്നതായിട്ടുള്ള വാർത്തയൊന്നുമില്ല. അതൊരു റിമോട്ട് ഏരിയ ആണെന്നല്ലേ പറഞ്ഞേ. ചിലപ്പോ ഇതുവരെ പോലീസോ മീഡിയാസോ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ തമ്പി അങ്കിൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാവില്ല. ചത്തിട്ടില്ലാത്ത ഒരാളെ കുറിച്ച് ചത്തൂന്നൊരു വാർത്ത വരില്ലല്ലോ. ചത്താലും ശരി ചത്തില്ലെങ്കിലും ശരി നമ്മൾ കരുതിയിരിക്കണം. ഇതിലെ ജീവനോടെ നടന്ന തമ്പി അങ്കിളിന് ഇത്രയും പേടിക്കണ്ടായിരുന്നു. നീയൊക്കെ കൂടി കൊന്നു കഴിഞ്ഞപ്പോഴാണ് മനുഷ്യന്റെ ചങ്കിന് തീ പിടിച്ചത്. ചേട്ടാ ഒരുമാതിരി പോലീസിൽ അറിയിച്ചോ? അറിയിച്ചോന്ന് ചോദിച്ചാ ഇതുവരെ ഇല്ല. എന്താ അറിയിക്കാത്തത്? ഇന്നലെ തന്നെ അറിയിക്കുമെന്ന് പറഞ്ഞതല്ലേ? ഇന്നും കൂടി നോക്കിയിട്ടാവട്ടെ എന്ന് വിചാരിച്ചു. എന്ത് നോക്കാൻ? ഇപ്പൊ തന്നെ അറിയിക്കണം. ഇനി ഒട്ടും വൈകിക്കരുത്. അല്ല, 2 ദിവസം കൊണ്ട് നോക്കിയിട്ട് പോരെ? അപ്പോ ഇന്നലെ പറഞ്ഞതോ അഭിനയമായിരുന്നോ? ഞങ്ങൾ ടിവിയും പത്രവും ഒക്കെ അരിച്ചു പിറക്കി നോക്കി. അതിലൊന്നും തട്ടിക്കൊണ്ടുപോയതായിട്ടോ കൊലപാതകം നടന്നതായിട്ടോ വാർത്തകളൊന്നുമില്ല. അതും കൂടി വന്നിട്ട് പോലീസിൽ പരാതിപ്പെടാൻ കാത്തിരിക്കുകയാണോ? അല്ല, നമ്മൾ പോലീസിനോട് എന്ത് പറയുമെന്നുള്ളതാ. എന്തെങ്കിലും സംഭവിച്ചതായിട്ടുള്ള വിവരം കിട്ടാതെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്കിള് കൽപ്പനയെ കാണാൻ ബന്ദിപ്പൂർ പോയിരിക്കുക. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് ചെന്നാൽ പോലീസുകാർ ചിരിക്കും. വേണ്ട, നിങ്ങൾ പോലീസുകാരെ ചിരിപ്പിക്കണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇന്നുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാമോ? അമ്മ പറയുന്നു കേക്ക്. തടയരുത് തന്നെ. കൈയെടുക്ക. ഹലോ, പോലീസ് സ്റ്റേഷൻ.